ഏതോ ജന്മകൽപ്പനയുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശോകന്റെ പിറന്നാളാണ്. അത് സമയത്ത് കേക്കൊക്കെ മുറിക്കിനേക്കാൾ മുന്നായിട്ട് അശോകൻ എന്തോ പറയാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് എന്തൊട്ടെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ചേട്ടന് മക്കളോട് എന്തോ പറയാനുണ്ടല്ലോ, പറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് അവിടുത്തെ ചെറിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതായത് അശ്വിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ശ്രുതി അവിടെ ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ്. എന്തായാലും അച്ഛൻ്റെ പിറന്നാളല്ലേ, വീട്ടിൽ തന്നെ കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് ശ്യാമാണെങ്കിൽ അവിടെ ചെന്ന് കൂടുന്നത് അഞ്ജലിനായിട്ട്. അങ്ങനെ അവരവിടെ പരിപാടികളൊക്കെ ആഘോഷമാക്കുന്നുണ്ട്. ദീപാവലി അടിച്ചു പൊളിക്കാനുള്ള തീരുമാനമാണ്. കാളൊക്കെ ഇടുന്നുണ്ട്. ആ സമയത്ത് ലാവണ്യയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ശ്രുതി ഉണ്ടാക്കിയ മാതര ഫോട്ടോ ഇങ്ങനെ വിഗ്രഹം വീഴുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഓടി ചെന്ന് പിടിക്കുന്നുണ്ട്. നീ പിടിച്ചത് ഇത്രയിൽ നന്നായി, കാരണം അല്ലെങ്കിൽ അത് ഉടഞ്ഞു പോയാൽ ശ്രുതിക്ക് വിഷമാവും, ശ്രുതി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞപ്പോൾ അശ്വിന് ശ്രുതിയോട് ചെറിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ അവർ പൂജയും വഴിപാടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കോണിമ്പല്ലടിക്കുന്നുണ്ട്. ആ ശ്രുതിയാവും എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്യാമ അങ്ങോട്ട് ഞെട്ടുന്നുണ്ട്. ശ്രുതി വരാൻ വഴിയില്ലല്ലോ എന്ന്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഭയങ്കരമായിട്ട് രസമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ശ്യാമ് ഒളിച്ച് നിൽക്കണ്, ശ്രുതിയുടെ മുന്നിൽ പെടാണ്ട് മാറി 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 പോകുന്നുണ്ട്. പിന്നീട് ശ്രുതി കളത്തിൽ ചവിട്ടാണ്ട് ഒതുങ്ങി വന്നപ്പോൾ കാല് മടങ്ങി വീഴുന്നുണ്ട്. വീഴുമ്പോൾ നമ്മുടെ അശ്വിനാണ് പിടിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ആദ്യം വീഴുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ ഉണ്ടായിരുന്ന പാദസരം കൂടി നമ്മുടെ അശ്വിൻ്റെ കോട്ടുമലൊക്കെ കുടുങ്ങുന്നുണ്ട്. അത് അശ്വിൻ ശ്രുതിക്ക് സമ്മാനിക്കുന്നുണ്ട്, തിരിച്ച് കൊടുക്കുന്നൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. എന്തായാലും അഞ്ജലി ചേച്ചിയുടെ ഭർത്താവിനെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അഞ്ജലി ഭർത്താവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിൽ ഒളിച്ചു നിൽക്കുന്ന ശ്യാമിൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി ചെല്ലുന്നുണ്ട്. അഞ്ജലി ശ്യാമണി മുഖം പൊത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ടവലുകൊണ്ട്. എന്തായാലും അഞ്ജലി മുഖം പിടിച്ച് വലിക്കുന്നുണ്ട്. കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. ശ്രുതി ആലോചിക്കുന്നുണ്ട്, ഇയാളെന്തിങ്ങനെ മുഖം തരാണ്ട് ഇങ്ങനെ മറിഞ്ഞു നിൽക്കണേന്ന്. പക്ഷെ മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് ആരെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇത് ഇയാൾക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ ശ്യാമിന്റെ മുഖം, അതായത് മുഖം മൂടി നമ്മുടെ ശ്രുതിയുടെ മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. ശ്യാമിന് ഒരു നിവർത്തി ഉണ്ടാവില്ല മുഖം തുറന്ന് കാണിച്ചു കൊടുക്കാതെ. അതിന് അഞ്ജലി വിടേയില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി മുഖം വലിച്ചുയർത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രുതിനെ ഒരുപാട് നാളായിട്ട് ശ്രമിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ അങ്ങനെ പരസ്പരം കാണുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ശ്യാം ആണ് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ള കാര്യം. അങ്ങനെ അശോകം പറയാതെ തന്നെ ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രുതി ശ്യാമിന്റെ മുഖത്തേക്ക് നോക്കി ഞെട്ടി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.